ഇസ്രായേൽ ഇപ്പോൾ സമ്മതിക്കുന്നു അല്ലെങ്കിൽ ഇസ്രായേലിന് മനസ്സിലാകുന്നു ഖത്തറിൽ അവർ ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിൽ ഹമാസിന് നേരെയുണ്ടായ ആക്രമണം അവർ ഉദ്ദേശിച്ച പോലെ സംഭവിച്ചിട്ടില്ല എന്നാണ്. അവർ ലക്ഷ്യമിട്ടത് ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെയായിരുന്നു. അതിൽ ഖലീൽ അൽ ഹൈ അടക്കമുള്ള ഏറ്റവും സുപ്രധാനമായ നേതാക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ അവരുടെ ആ രൂപത്തിലുള്ള ഉദ്ദേശം സാധ്യമായില്ല. പക്ഷേ എന്നാൽ പോലും ഹമാസിന്റെ ചില പ്രധാനപ്പെട്ട നേതാക്കളെ ലക്ഷ്യമിട്ടു. അവരെ കൊലപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സമ്മതിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ പക്ഷേ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഇപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഞങ്ങൾ പലസ്തീനിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. പലസ്തീൻ ഒരു രാജ്യമായി ഞങ്ങൾ ഇനി ഒരിക്കലും അംഗീകരിക്കില്ല, അല്ലെങ്കിൽ ആ പേരിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അപ്പോഴും ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ ഞങ്ങൾ എന്നും സന്നദ്ധരാണ്, അതുതന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് ആവർത്തിക്കാനും ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആവർത്തിച്ചതിന്റെ തുടർച്ചയായിട്ട് വേണം കാണാൻ. ഇതിന്റെ മറ്റൊരു വശമായി കാണേണ്ടത് മറുവശത്ത് ഖത്തർ എല്ലാ കാലവും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമായി നിൽക്കുകയായിരുന്നു. പക്ഷേ ഖത്തറിനകത്തേക്ക് ആക്രമണം നടത്തുമ്പോൾ ഇപ്പോൾ ഖത്തർ കൂടി ശ്രമിച്ചുകൊണ്ട് ഒരു അറബ് രാജ്യങ്ങളുടെ ഏകോപനം അല്ലെങ്കിൽ അവരുടെ ഒരു ഐക്യം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി അറബ് ഉച്ചകോടി, ആഗോള അറബ് ഉച്ചകോടിക്ക് ഖത്തർ നേതൃത്വം നൽകുന്നു. കാരണം ഖത്തർ ഇക്കാലം വരെ ആ രൂപത്തിലേക്കൊന്നും പോയിരുന്നില്ല. പക്ഷേ ഇങ്ങനൊരു ആക്രമണം സ്വന്തം രാജ്യത്തേക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഖത്തർ കൂടി ഇടപെട്ടുകൊണ്ട് ഒരു ആഗോള അറബ് ഇസ്ലാമിക് ഉച്ചകോടിക്ക് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഖത്തർ വേദിയാകുന്നു. എല്ലാ അറബ് രാജ്യങ്ങളെയും എല്ലാ മുസ്ലിം രാജ്യങ്ങളെയും ഒന്നിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു. മറ്റൊന്ന് UN ഇന്നലെ സംഭവിച്ചതാണ്. UN അതിരൂക്ഷമായ വിമർശനമാണ് ഖത്തർ പ്രധാനമന്ത്രി ഇന്നലെയും ഇസ്രായേലിനെതിരെ നടത്തിയത്. കഴിഞ്ഞ ദിവസം CNN നൽകിയ അഭിമുഖത്തിന്റെ തുടർച്ച എന്നോണം വളരെ രൂക്ഷമായ ഭാഷയിൽ ബാർബറിക് രാജ്യമാണ് ഇസ്രായേൽ, കാടത്തമാണ് ഞങ്ങളോട് കാണിച്ചത്, ഞങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തി കടന്ന് നടത്തിയത് വലിയ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് ആവർത്തിക്കാൻ ഇന്നലെയും UN ഖത്തറിന്റെ പ്രധാനമന്ത്രി ശ്രമിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ ഭാഷയും ഒക്കെ ആ രൂപത്തിലായിരുന്നു. ഇനി ഇതിന്റെ ഒരു മറുവശം എന്ന് പറയുന്നത് ഒരുപക്ഷെ വലിയ രൂപത്തിൽ ആഗോള തലത്തിൽ മുസ്ലിം രാജ്യങ്ങളുടെ അറബ് രാജ്യങ്ങളുടെ ഏകോപനം ഉണ്ടാകും. ഇസ്രായേൽ പല രൂപത്തിലും ഒറ്റപ്പെടും. പക്ഷേ അപ്പോഴും ഇസ്രായേൽ അവരുടെ വാദത്തിൽ നിന്നും അവരുടെ ന്യായത്തിൽ നിന്നും പിന്മാറുന്നില്ല. പലസ്തീനെ ഒറ്റപ്പെടുത്തുന്നു, പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം നിലവിലില്ല, അത് ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന വാദവുമായി മുന്നോട്ട് പോകുന്നു. ഹമാസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും ഇസ്രായേൽ ആവർത്തിക്കുന്നു.